ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം എൻഗേജ്മെന്റിന്റെ തിരക്കും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻഗേജ്മെന്റിന്റെ തിരക്കും കാര്യങ്ങളും ഡ്രസ്സ് എടുപ്പും അതും ഇതും എല്ലാം നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ പോയില്ല. അതിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ പോവാണ്. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുമോള് രാജീവലിച്ചനും കൂടെ ഒരു ചെറിയ ഷോപ്പ്, മീൻസ് ജ്യൂസിന്റെ ഒക്കെ ഒരു ഷോപ്പായിട്ട്. അതിന് പയ്യെ നമ്മളത് പുതുക്കി നല്ല വികസിപ്പിച്ച് വരും. ജ്യൂസും സ്നാക്സും പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തോണ്ട് വരും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് അതിന്റെ ഉദ്ഘാടനമായിരുന്നു. എന്തെന്ന് വെച്ചാല് ചൊവ്വാഴ്ച, ഇന്ന് എത്ര 3-ാം തീയതി ഉദ്ഘാടനമായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാരും കടയിലോട്ട് പോയി 2 ജ്യൂസൊക്കെ ഓസിന് കുടിക്കണം. ഇവർ തരും. അത് മാത്രം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടം പറയല്ലേ കേട്ടോ. ഇല്ലെന്നേ, ഞങ്ങൾക്ക് എന്തോ കടം, ഞങ്ങള് മക്കളല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സൗക്കാർ ജാനകി ഉണ്ട്, മകളുണ്ട്, എല്ലാരും ഉണ്ട്. എന്താണ്ട് അപ്പോണ്ണനും ഞാനും ഞങ്ങൾ 4 പേരുവാ പോകുന്ന. കൊച്ചോളെ ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ. അപ്പൊ ഗൈസ്, നമ്മൾ ഇറങ്ങി ദാണ്ട് അയത്തിന് കഴിഞ്ഞല്ലേ, അതോ അയത്തിലെത്തിയോ? അയത്തിലെത്തി. ഇനി ഞങ്ങളെ അമ്മച്ചി വരുന്നുണ്ട് അങ്ങോട്ട്. അമ്മയെ വിളിച്ച് ലൈറ്റ് ഇല്ല അമ്മ അങ്ങോട്ട് വരും. ഞങ്ങൾ ഇറങ്ങിയെന്ന് വിളിച്ച് പറയുന്നുണ്ട്. അമ്മ അങ്ങോട്ട് വരും. ഞങ്ങൾ 2 പേരും കൂടെ അമ്മച്ചമ്മ ഇരുന്ന് കുറ്റം പറയണം. ഞാനും അമ്മോടനും അമ്മച്ചമ്മയെ കുറ്റം പറയുമ്പോ അമ്മച്ചമ്മ തിരിച്ചതിനൊത്ത് അവിടെ പോയിട്ട് നമ്മളുടെ കടയിലെത്തിയിട്ടുണ്ട്. ഇതാണ് കട. എന്തിയടെ ഓണർ എന്തിയേ? ഓ, കടയിൽ വന്നപ്പോ അങ്ങ് തിരിഞ്ഞു പോയുണ്ട്. കടയിൽ വന്നപ്പം കട മുതലാളി എട് ഫ്രീ അല്ലേ? മൊയലാളി ബിസിയാണോ? ബിസിയാട്ടാ മൊയലാളി. മൊയലാളി ബിസിയാണോ? മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണോ ഫ്രീ ആയിട്ട് വരുന്നത്? മക്കളുടെ അടുത്ത് ഫ്രീ അല്ല, നിന്ത് വാടേ. ഫലൂട ഞാൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ അമ്മച്ചി വരുമ്പോ പൈസ വാങ്ങിച്ചു കൊടുക്കാനാന്ന് തോന്നുന്നു. നോക്കട്ടെ, ആ കല ഒന്ന് കാണിയിട്ട്. നിറച്ചുണ്ടെന്ന് തോന്നല്ലേ? നിറഞ്ഞ അകത്തിരിപ്പുണ്ടെന്ന് തോന്നുന്നു. വേറെ പൈസ എണ്ണി തരണം. വല്ലിച്ച പൈസ മേടിക്കാൻ ആളെ നിക്കണോന്ന്. അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പൈസ എണ്ണ ആളെ വേണോന്ന്. ഞാൻ നിക്കാം. ഞാൻ പൈസ എണ്ണാൻ നിക്കാം. ഫ്രീ അല്ലേ? അതാ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം. അതാ ബ്ലോക്കായി. ഞങ്ങള് പോവാ. അമ്മയും അമ്മും വരുന്നില്ല. അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് അമ്മയ്ക്ക് വയ്യെന്ന്. ഇനി തിരിച്ചു പോകുമ്പോ ഞാനും അപ്പോഴേ അമ്മച്ചമ്മയും മാത്രമല്ല. ഞങ്ങൾ 2 കൂടെ അമ്മച്ചമ്മേനെ ഇന്ന് ഇവിടെ ഉരുട്ടി എടുക്കും വണ്ടിയിലേക്ക്. അമ്മച്ചമ്മയെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി അമ്മച്ചമ്മേനെ ഇന്ന് നോക്കിപ്പോ. അമ്മച്ചമ്മേനെ ഞങ്ങൾ 2 പേരും കൂടെ ഇന്ന് വണ്ടി ഇരുന്ന് പറയുന്നതൊക്കെ നോക്കി.
നോക്കിക്കോ പിന്നെ കരയിപ്പിച്ചിട്ട് ഇറക്കത്തുള്ളൂ. പോട്ടെ മോളെ. അപ്പൊ ഗൈസ്, കൊല്ലത്തു നിന്നുള്ള വീഡിയോ കാണുന്നവര് ചന്ദനത്തോപ്പ് നമ്മുടെ എന്താന്ന് ഐഷ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, ഇൻഡസ് മോട്ടോഴ്സ്, നമ്മൾ ചന്ദനത്തോപ്പ് ഇൻഡസ് മോട്ടോഴ്സിന്റെ തൊട്ടപ്പുറത്തായിട്ട് ചിൽ ഔട്ട് എന്ന് പറയുന്ന ജ്യൂസ് സ്റ്റോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ആണ്. ഇതുവഴി പോകുന്നവരെല്ലാം വന്ന് കയറി ജ്യൂസ് കുടിക്കുക. മുത്തുക്കിളിയുടെ ഇത് കണ്ടിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അവർ ഡിസ്കൗണ്ട് തരുവായിരിക്കും അല്ലേ? തരുവോടെ? അല്ലാതെ പൈസ കുറയ്ക്കത്തില്ലായിരിക്കും കേട്ടോ. എന്നാലും വന്ന് കുടിക്കുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയുക. ഞങ്ങൾ ഇവിടെ നിന്ന് പോവാ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കടയുടെ പേര് ചിൽ ഔട്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവരെല്ലാം മസ്റ്റായിട്ട് ഇവിടെ കയറി ജ്യൂസ് കുടിക്കുക. ക്യാൻവാസിങ് അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൊച്ചുമോളുണ്ടെങ്കിൽ എന്തായാലും പൈസ കുറച്ച് തരും. മുത്തുക്കിളി വ്ളോഗ്സ് കണ്ടിട്ട് വന്നേന്ന് പറഞ്ഞാൽ ഇത്ര ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഇവിടെ കേട്ടാ. പോട്ടെ. വിളിച്ചോണ്ട് വന്നതിന് വേണ്ടി പൊറോട്ട ഇറച്ചിയും വരെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പൊറോട്ട ഇറച്ചിയോ പൊറോട്ട മുട്ടക്കറിയോ? പള്ളിയാങ് സുരാ സുരാ. പോട്ടെ, ബൈ. ഏതോ കൊച്ചിന്റെ കളഞ്ഞു പോയി. ഇവിടെ വെച്ച കാലിന് തിരക്കി വലിയ കടയാക്കാം. നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ മീൻസ് മാടനടയിലോട്ട്. ഇന്നലെ കട ഉദ്ഘാടനത്തിന് പോവാതെ രാത്രി പോയി ജ്യൂസൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് നമ്മൾ കണ്ട, ഞാനിവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട പെൺകുട്ടിയുമായി ഫേഷ്യലും കാര്യങ്ങളും ചെയ്യാൻ നിശ്ചയ തലേന്ന് നിശ്ചയ പെൺകുട്ടി, കല്യാണ പെൺകുട്ടി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ആയി നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ പോവാ. മുത്തിന് ഫേഷ്യലാണ്. അയ്യോടി 1 മണിയായി. 1 മണിക്കാകുമ്പോൾ ഫേഷ്യല് നാളെയാ ഗൈസ് നിശ്ചയം. എന്നിട്ട് ഇന്നാ ഓരോന്ന് ചെയ്യാൻ ഇറങ്ങുന്നത്. അത്ര ഉത്തരവാദിത്തം എൻ്റെ മീനാശി. മുത്ത് സമ്മതിക്കാത്തോണ്ടാ കൊന്നാളെ ഞാനടി കിടന്നിറങ്ങിയത്. നമുക്ക് പോവാം. എന്തോ നമ്മൾ കണ്ട പോവാൻ പോവാണ് പാർലറിലോട്ട്. അപ്പോൾ പാർലറിൽ ഇതാണ്ട ഇത് കൊടുക്കണേ തയ്ക്കാൻ മമ്മിയുടെ. പിന്നെ ചെന്നിട്ട് അപ്പൊ ഗൈസ് നമ്മള് സിനിമാറ്റിക് എടുത്ത എന്നെ ഫോക്കസ്. അപ്പൊ ഗൈസ് നമ്മൾ സിനിമാറ്റിക്കിൽ എടുക്കുന്നത്, അപ്പൊ എന്നെ ഫോക്കസ് ആകത്തില്ല. ഗൈസ് നമ്മൾ സലൗണ്ടിയറിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടുത്തെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ വിളിക്കും. ഓരോ ഇത് ഒഴിവാകുമ്പോൾ നമ്മളെ വിളിക്കും. ഞാൻ തറ തുടയ്ക്കാൻ, മീനാശി ബാത്റൂം കഴിവുണ്ട്. അതിന് ഞങ്ങൾ വന്ന് ഏൽപ്പിച്ചുണ്ടല്ലേ. ഞങ്ങൾ ഇവിടുത്തെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ഗൈസ് മുടി വെട്ടാൻ വന്നത് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. മീനാശി ഇല്ലായിരുന്നു. ഞങ്ങളിവിടെ വരുന്നത്, ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടെ വരുന്നത് ഞങ്ങളുടെ മാമൻ്റെ കട. ഗൈസ് നമുക്കപ്പം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സമയം ഉണ്ടായി ആ ചേച്ചീനെ കാണിച്ചു. ബൈ ഗൈസ്. എൻ്റെത് കഴിഞ്ഞ്, എൻ്റെ മുഖത്തെല്ലാം കഴിഞ്ഞതാകും. എല്ലാം ബബിളാക്കി വെച്ചിട്ടുണ്ട്. മീനാക്ഷിയുടേത് ഇപ്പം കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മീനാക്ഷിയുടെ എല്ലാം കഴിഞ്ഞ് എടുത്തിട്ട് എൻ്റെ പൊട്ടാച്ചി കൈ വെച്ചിരുന്നു. പൂർണ്ണം വരും വിളിക്കാൻ. അതുവരെ ഞങ്ങളിവിടെ ഇരിക്കണം. മീനാക്ഷി ക്രിസ്മസ് ആയിട്ടുണ്ടോ? ക്രിസ്മസ് ആയിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാണിച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ട്. ക്രിസ്മസിൻ്റെ ചേരുന്ന പോലെ തലേണയുണ്ട്. മീനാക്ഷിയുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളെ വിളിക്കാൻ ചന്തു വന്നു. വിളിച്ചുകൊണ്ടാണ് തിരിച്ചു പോവാണ്. ഇനി മീനാക്ഷിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തെടുത്ത് കയറി എന്താ എന്ന് ചോദിക്കണം.
എന്താ പിന്നെ വിചാരിച്ചു നമുക്ക് ബാക്കിയെല്ലാം ഇനി നടന്നു ചെയ്താ പോരെ. ഞാൻ കാറങ്ങ് വാഷ് ചെയ്യാനും കൊടുക്കട്ടെ അവിടെ. ബാക്കി എന്താ നമുക്ക് നടന്നു പോയാ പോരെ. നമ്മൾ വീട്ടിൽ അങ്ങനെ നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിലെത്തി. ഇവിടോട്ട് വന്നില്ല. ഇവിടെ ഞാൻ ഇന്ന് കൊല്ലം വീട്ടിലെത്തി. വിശക്കുന്നുണ്ടോ? ഇവിടെ മതിയല്ല മതിയല്ല. ആ പച്ച പച്ച. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞങ്ങള് രാവിലെ എന്താ കഴിച്ചത്? ഒന്നും കഴിച്ചില്ല. എപ്പോഴാ നമ്മൾ എണീച്ച ജ്യൂസ് കുടിച്ച്. ജ്യൂസ് കുടിച്ച് ഞാൻ ഒരു അപ്പം കഴിച്ചു. ഞാൻ അപ്പം കഴിച്ചില്ല. എന്നിട്ട് ഒരു അലുവയും കഴിച്ചു ഞാൻ. കഴിച്ചതാണ്ട് എൻ്റെ അമ്മ വന്ന് വീട്ടിലൊന്നും ചോറില്ലാത്ത കണക്ക് ഇവിടെ വന്നിരുന്നു ചോറ് തിന്നു. പനിയൊക്കെ മാറിയാ? ഐസ്ക്രീം തരട്ടെ ഒരു ഗ്ലാസ്? കപ്പ് ആയിരിക്കുന്നു സരിത. അതാണ്ട് എല്ലാരും കൂടി ഇരുന്ന് വൈകിട്ട് ചായയും കടിയും കഴിക്കുന്നു. അയ്യ ഒന്ന് തരത്തിൽ പോയി കളിയടാ. അല്ല ഞാൻ പറയാ എന്തിനു നിനക്ക് അവിടേക്ക് അത് തന്നെ അങ്ങനെ ഇട്ടാ മതി. കണ്ടന്റ് കിട്ടിയേ. ഞങ്ങൾക്ക് ഇത്രയും സ്ട്രെസ്സിന്റെ ഇടയ്ക്ക് ഒരു സമാധാന സന്തോഷമില്ല. അതാണ് അമ്മച്ച ഞങ്ങളുടെ ഞാൻ വന്നപ്പോ തൊട്ട് കേൾക്കുന്ന കേട്ടോ. എന്റെ അമ്മയെ ഇവിടെ ഇട്ട് നിങ്ങൾ മര്യാദക്ക് ഞാൻ വിളിച്ചു തന്നാ വീട്ടിൽ പോവാൻ. ഇതൊക്കെ കേൾക്കാൻ വന്ന് ഇവിടെ നമുക്ക് പിള്ളേരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. പിള്ളേരുടെ വിളി അമ്മയിട്ട് കളിയാക്കുന്ന ഈ പിള്ളേര്. വിളിച്ചിരുത്തി ചോദിച്ചാൽ അവിടെ നിന്ന് പോവാൻ പറ്റും. നീ എവിടെ ഇരിക്കുന്ന ഇഷ്ടം? എനിക്ക് എവിടെ നിൽക്കുന്ന ഇഷ്ടം. അതാ നമുക്ക് അവിടെ ഇപ്പൊ ഇല്ല പ്രവർത്തന രഹിതം. അത് അമ്മച്ചമ്മക്ക് ഇഷ്ടം പത്തനാപുരത്ത് പോകുന്നത്. ഓച്ചറല്ല പത്തനാപുരം എപ്പോഴും പറയുന്നത്. ആണോ? കയർ തൊഴിലാളി ക്ഷേമനിധിയുടെ അവർക്ക് ഗൈസ് താണ്ട എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ എത്തിയിട്ടുണ്ട്. മീനാക്ഷി കഴിഞ്ഞേ ഉള്ള ആരും അത് വേറെ കാര്യം. സോപ്പിട്ടിട്ട് എന്തോ കിട്ടാനാ എനിക്ക്. ബിച്ചോണ്ണനാണ് ഞങ്ങളുടെ വീഡിയോയുടെ എല്ലാം ഹൈലൈറ്റ് എന്നാ എല്ലാരും പറയുന്നത്. ആ താന്നിങ്ങിരിയേ താന്നുവാ. എന്റെ ചക്കര കുട്ടി ചെല്ല കുട്ടി നാളെ നിശ്ചയമല്ലേ നിന്റെ. അപ്പൊ അതാണ്ട് നമ്മള് മീനാക്ഷിയുടെ ബ്ലൗസ് മേടിക്കാൻ പോണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണം. അപ്പം കാർ വാഷ് ചെയ്യാൻ കൊടുത്തോണ്ട് നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോയി കടയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോ കാറുമായിട്ട് വരും എന്നാ പറയുന്നത്. ആ വന്ന് 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 എല്ലാം കേട്ടു കേട്ടോ അപ്പോണ്ണൻ. അമ്മത്തിന്റെ വ്ളോഗ് ഞാനുണ്ട്. ഹലോ ഗൈസ്. ആ ഇവളിപ്പോ വ്ളോഗ് ആവല്ലോ. ഇവളെ ചേട്ടൻ വ്ളോഗ് എടുത്തോണ്ട് അവക്കും വ്ളോഗ് എടുക്കാൻ അറിയാം. അഖിൽ ചേട്ടൻ വ്ളോഗ് എടുത്തതിനെ പറ്റി കുറെ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഫണ്ണായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മീനാക്ഷി പതുക്കെ പതുക്കെ ചിലപ്പോൾ UK ചെന്നിട്ടൊരു വ്ളോഗർ ആവുമായിരിക്കും മീനാക്ഷി. നമുക്കൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും പോവാം. കേറുന്ന് നമ്മൾ കോളേജ് ജംഗ്ഷനിൽ അമ്മയുടെയും ബ്ലൗസ് അയച്ചെടുത്തോട്ട് വന്ന് ബ്ലൗസ് വാങ്ങിക്കാൻ. ഇതെന്റെ കൃഷ്ണയുടെ അച്ഛനും അമ്മയുമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം കണ്ട. ഇവര് നാളെ എൻഗേജ്മെന്റിന് വരൂല്ലേ? വരത്തില്ലേ? ആ ഓക്കെ. അവര് രണ്ടുപേരും ഇല്ലാത്തോണ്ട് ഇവര് വരും. നമ്മള് എന്തുവാ നാളത്തെ ഫംഗ്ഷൻ ഡെക്കറേറ്റ് ചെയ്യുന്ന
ഹോളിൽ പോവാ. മീനാക്ഷിയെ കൊണ്ട് ഇന്നേ അവിടെ ഇരുത്താന്ന് വിചാരിച്ച് അവിടെ പോയി ഇരിക്കുക. മീനാക്ഷി അവിടെ ഇരുന്നോളൂ, ഉറങ്ങത്തൊന്നുമില്ല. അപ്പൊ നമ്മള് എന്തായാലും അവിടെ പോവാ എല്ലാം കാണാനായിട്ട്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഈ രാത്രി കാണുന്ന ഭംഗി നാളെ രാവിലെ കിട്ടത്തില്ല. എന്റെ കാലമ്മ ചിരിപ്പിച്ച് കൊറേ എന്റെ കാല് മുറിച്ച് കേട്ടോ. നീ മുറിഞ്ഞില്ല, അതാണ്ടേ തൊലി പോയി. നാളെ നിന്നെ ഞാൻ നോക്കിക്കോ. ഇവിടെ മോതിരം ഇടുന്നതിന് മുമ്പേ വെള്ളത്തിൽ തള്ളിയാൻ കഴിഞ്ഞ്. പിന്നെ ഞങ്ങളൊരു ടീമാട്ടാ. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഹോളിൽ വെച്ചാണ് എൻഗേജ്മെന്റ് നാളെ നടക്കുന്ന. ഓൾ സീസൺ ഹോട്ടൽ ഉണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ഹോളുണ്ട്, അവിടെ വെച്ചാണ് പരിപാടി നടക്കുന്നത്. നമ്മള് അകത്തോട്ട് പോകാൻ പോവാണ്. ഹോട്ടലിന്റെ ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാല്ലേ അമ്മു? അമ്മു നാളെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. നിങ്ങളുടെ ആണോ ഇത്? പിന്നെ മീനാക്ഷി നാളെ ഇവിടെ എന്തുവാ? മീനാക്ഷി നാളെ ഇവിടെ. മീനാക്ഷി ഇന്ന് ഇരുത്തിയിട്ട് അങ്ങ് പോയാലേ? മീനാക്ഷിക്ക് ഒരു റൂമുണ്ട് ഇവിടെ പ്രത്യേകം. ഇവിടെ വേണമെങ്കിൽ വാഷ്റൂം. ഇതാണ് ഇവിടെ താഴോട്ടുള്ള ഒരു ലുക്കും നല്ല വ്യൂവും സംഭവങ്ങളും. നമ്മൾ സ്റ്റേജ് ഇന്ന് കാണിക്കത്തില്ല, കാരണം സ്റ്റേജ് നാളെ കണ്ടാൽ മതി. കാരണം ഇവിടെ ലൈറ്റ് ഇല്ല കാണിക്കുക, അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നില്ല. നമ്മൾ എൻഗേജ്മെന്റ് വ്ളോഗിനകത്ത് സ്റ്റേജൊക്കെ കാണിക്കും. സംഭവം എൻഗേജ്മെന്റ് നടക്കുന്നതിൻ്റെ ഹോളിൻ്റെ ഓപ്പോസിറ്റ് കായലാണ്. അപ്പം നല്ല കാറ്റും സംഭവങ്ങളും ഒക്കെയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചൊക്കെ ഉണ്ടാവും. ലൈറ്റേ ഇല്ല ഇവിടെ, അതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. പെണ്ണും ചെറുക്കനും ഇരിക്കുന്നോ? ഇല്ല. ഇവിടെ ഫുള്ള് റൂംസും കാര്യങ്ങളുമാണ്. നല്ല മഴ പൊടിക്കുന്നു. കായൽ ബിച്ചണ്ണ വ്യൂ. ബിച്ചണ്ണ മീനാക്ഷിയുടെ ബ്ലൗസ് മേടിക്കണം. പിന്നെ വാ, തുറന്നു വാ. നമ്മള് ഹോൾ സീസണിൽ നിന്നെല്ലാം ഇറങ്ങിയിട്ട് അമ്മൂനെ അമ്മ ഇവിടെ ചെരുപ്പ് മേടിക്കാൻ ഒരു കട ഇറക്കി. അതിന് മീനാക്ഷിയുടെ ബ്ലൗസ് തയ്ച്ച് സെറ്റായി. അപ്പം അത് മേടിക്കാനായിട്ട് പോകാൻ പോകും, ഇവിടെ അടുത്ത് തന്നെ. അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻഗേജ്മെന്റ് വ്ളോഗുമായിട്ട് നാളെ വരുന്നതായിരിക്കും. ബൈ.